ഹലോ, യേസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബസ് വരാൻ വെളിയിൽ പോയി നിൽക്കാൻ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ മേലാത്ത വെയിലാണ്, ചൂടാണ് ഇവിടെ കേട്ടോ. വെളിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വിയർത്ത് ഇങ്ങനെ ഒഴുകും. അപ്പം ബസ് വരുന്ന സമയമാകുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. പിന്നെ ഇന്നലെ ആണേലും പോയി എന്തോ ചൂടായിരുന്നു അറിയോ. വെയിലത്ത് നിന്ന് ബസ് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. അതുവരെ ഞാൻ പിന്നെ ആ വെയിലത്ത് അവിടെ നിന്നു. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ബസ് വരുമെന്ന് പറഞ്ഞ് ഓടി ഇവിടുന്നു. ഓടി അവിടെ ചെന്നപ്പോൾ ഇവിടെ ബസ്സുമില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് എത്രയായിരുന്നു 2:25 ഒരു ബസ് കിട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചു ആ സമയത്ത് ബസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഓട്ടോ ഓടി അവിടെ ചെന്നപ്പോൾ ബസ്സുമില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്നു. പിന്നെ ബസ് വന്നങ്ങനെ 2:36 2:35 അത്രയും സമയം ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ അപ്പോൾ ആ ചൂടത്ത് ഞാൻ അവിടെ നിന്ന് വിയർത്ത് കുളിച്ചു പോയി. പിന്നെന്താ വിശേഷം? പിന്നെ എനിക്ക് വിശേഷമൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശമ്പളം കിട്ടിയല്ലോ. കിട്ടാതിരുന്ന ശമ്പളം എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സത്യം, നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അന്യനാട്ടിൽ നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി വന്നല്ലേ. അപ്പോൾ ആ പൈസ നമുക്ക് കിട്ടിയില്ല, എന്തോ വിഷമമായിരിക്കില്ലേ. ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കാറുണ്ട്. കേട്ടു, ദൈവം എനിക്ക് തന്നു. ഓരോരോ അനുഭവങ്ങൾ എനിക്കങ്ങനെ ഉണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. ഇനി അത് കേൾക്കാനോട്ട് പോകുന്നുമില്ല. കാരണം പ്രായം നമുക്ക് ഇത്രയായി കഴിഞ്ഞ് ഇനിയിപ്പം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം നമ്മളുള്ളതിൽ സന്തോഷിക്കുക, ഉള്ളതും കൊണ്ട് തൃപ്തിപ്പെടുക. അത്രയേ ഉള്ളൂ എൻ്റെ പോളിസി. ഹാപ്പിയായിട്ട് പോവുക മുമ്പോട്ട്. ജീവിതത്തിൽ ഹാപ്പിയായിട്ട് തന്നെ പോവുക. എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാം നേരിട്ടങ്ങ് തീരുമാനിക്കുക. എന്നാ എന്ത് വന്നാലും നേരിട്ട് കൂളായിട്ട് പോവുക. ദാറ്റ്സ് ഓൾ. എൻ്റെ ദൈവമേ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം? എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരു ലൈക്കും ഒരു കമൻറ്റും ഒന്ന് തന്നുകൂടെ എൻ്റെ സഹോദരങ്ങളെ? ആരും എനിക്കൊരു ലൈക്കോ ഒരു കമൻറ്റോ തരുന്നില്ലല്ലോ. അതെന്തേ? എൻ്റെ വീഡിയോ ഇഷ്ടമല്ലേ? കുഴപ്പമില്ല, ആയിക്കോളുമല്ല, പെയ്യെ എല്ലാം ആയിക്കോളും. പിന്നെ വേറെ പറയത്തക്ക വിശേഷം. ഞാൻ ചോറ് കഴിച്ചു. ഇന്ന് എനിക്ക് ചോറിന് കൂട്ടാൻ എന്തായിരുന്നത്? കൂമ്പ് തോരനുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് മെഴുക്കുവരട്ടി വെച്ചു. ക്യാരറ്റിനകത്ത് നാരങ്ങാനീര് ഒഴിച്ച് മുളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ട് എണ്ണ ഒഴിച്ച് മാത്രം അടിപൊളി ടേസ്റ്റ് മെഴുക്കുവരട്ടി വെച്ചു. പച്ചമോരുണ്ടാക്കി. ഇഞ്ചി ഉള്ളി പച്ചമുളക് എല്ലാം കൊണ്ട് ഇടിച്ചിട്ട് കരിവേപ്പിലയൊക്കെ ഇട്ട് നല്ല അടിപൊളി പച്ചമോരുണ്ടാക്കി. പിന്നെ ഉണക്കയും വറുത്തുണ്ടായിരുന്നു, അച്ചാറുണ്ട്. അതും കൂട്ടി ഇന്ന് ചോറ് കഴിച്ചു. ഇനി നാളെ സൺഡേ അല്ലേ? അല്ല സോറി, നാളത്തേക്കിനി ഈ വീഡിയോ സൺഡേയിലേ വരത്തുള്ളൂ. സോറി, ഈ വീഡിയോ സൺഡേയിലേ വരത്തുള്ളൂ. നാളത്തേക്കിനി കപ്പ വേവിക്കാനെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. മീൻകറി വെച്ചു. മീൻ വറക്കാൻ ഫ്രിഡ്ജിനകത്ത് മസാലയെല്ലാം പുരട്ടി വെച്ചു. പച്ചമോരുണ്ട്. പിന്നെ ഇച്ചിരി ഉണക്കമീൻ വറക്കണം. അത്രയേ ഉള്ളൂ കറി. പിന്നെ ഒരു കറിയുണ്ട്. പാവയ്ക്ക മെഴുക്കുവരട്ടി, കയ്പ്പക്ക, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ എണീച്ച് അതെല്ലാം റെഡിയാക്കി രാവിലെ പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് നാളെ ഈ വീഡിയോ ഇടാവേ. നമുക്ക് നാളെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതെനിക്ക് ആഴ്ച 3 ദിവസമല്ലല്ലോ ഡ്യൂട്ടി. ആഴ്ച 3 ദിവസമാണെങ്കിലും നമ്മൾ പോകും. കിട്ടുന്ന കേട്ടോ. വീട്ടിൽ നിന്ന് നമുക്ക് ആരെങ്കിലും കൊണ്ട് തരും? ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മുടെ ചിലവിനെങ്കിലും കിട്ടുമല്ലോ, അത് മതി, ധാരാളം. ഈ പ്രായത്തിലൊക്കെ ഒരു ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അത്ഭുതമാണ്. അത്ഭുതം തന്നെ എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെ എന്നെ സംബന്ധിച്ച്. ദൈവത്തിലൊരു അനുഗ്രഹം, അത്രേ ഞാൻ പറയത്തുള്ളൂ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.